എന്തോ ഡൽഹി ഇങ്ങനെ മാടി മാടി വിളിക്കുന്നു. വീണ്ടും ഒരു തവണ കൂടെ ഡൽഹിക്ക് പോകേണ്ടതായിട്ട് വന്നു. ഇത്തവണ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് നമുക്കുള്ള ട്രെയിൻ. പതിവ് പോലെ ഫ്രണ്ട്സ് തന്നെയാണ് ഇത്തവണയും നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായി വന്നിട്ടുള്ളത്. അങ്ങനെ സ്റ്റേഷനിലെത്തി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്ത് അല്പനേരത്തിനുള്ള ട്രെയിൻ വന്നു. ലഗേജ് ഒക്കെ അകത്തെടുത്തു വെക്കാൻ ഹെൽപ്പ് ചെയ്തതിനു ശേഷം ഫ്രണ്ട്സ് പോയി. മുൻപത്തെ ഡൽഹി യാത്ര പോലെ തന്നെ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നുമില്ല. ഞാനും അമ്മും യായും വർത്താനം ഒക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചും യാത്ര തുടർന്നു. ഉള്ളിലിരുന്ന് അല്പം ടയേർഡായപ്പോൾ യായുവിനായിട്ടൊന്ന് പുറത്തിറങ്ങി. എന്തായാലും സ്റ്റേഷൻ മംഗളൂരു ആണ്. അതെ, ഈ ഡൽഹിക്ക് പോകുമ്പോൾ പല്ലുതപ്പും കുളിയൊന്നും ഇല്ലെന്ന് എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു. കുളിയില്ല, പക്ഷെ പല്ലുതപ്പുണ്ട് കേട്ടോ. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽവേയുടെ പണിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഡൽഹി യാത്ര കഴിഞ്ഞതുകൊണ്ട് തന്നെ യായു കുറച്ചും കൂടെ ഫെമിലിയർ ആയി ട്രെയിനും യാത്രയൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ യായു ഇച്ചിരി മിരിമിരിപ്പ് കൂടുതലായിരുന്നു ഇത്തവണ. ട്രെയിൻ ഷാർപ്പ് ടൈമിലായിരുന്നു. രാവിലെ 6 മണിക്ക് തന്നെ നിസാമുദ്ദീനിൽ എത്തി. ഈ ഫ്രണ്ടിൽ ബാഗുമായി പോകുന്ന ചേട്ടനും ആ ചേച്ചിയും. ഈ ചേച്ചിയായിരുന്നു ഞങ്ങൾക്ക് കമ്പനി കേട്ടോ. തൃശ്ശൂർ മുതൽ ഡൽഹി വരെ ഉണ്ടായിരുന്നു. ചേച്ചി കുറെ ഹെൽപ്പ് ചെയ്തു, ഹിന്ദി പറയാനും കാര്യങ്ങളും എല്ലാം. നമുക്ക് കിട്ടിയ ബർത്ത് 2 അപ്പർ ബർത്ത് ആയിരുന്നു. ചേച്ചിയാണ് ഹെൽപ്പ് ചെയ്ത് നമുക്ക് ലോവർ ബർത്തിലേക്ക് മാറ്റി തന്ന ടിടിയോട് സംസാരിച്ച്. ചേച്ചിയും ചേട്ടനും ഇവിടുത്തെ സ്ഥിരം ട്രാവലേഴ്സ് ആണ്. ഇവരുടെ പുറകെ പോയതുകൊണ്ട് തന്നെ നോർമൽ വഴിയല്ല, ഏതോ ഒരു നോ എക്സിറ്റ് വഴി നമുക്ക് പുറത്തെടുക്കാൻ സാധിച്ചു. ചേച്ചിയോടും ചേട്ടനോടും ഒരുപാട് സ്നേഹത്തോടെ യാത്രയും പറഞ്ഞ് ഞങ്ങൾ നേരെ മുൻപോട്ട്. ആർമിയുടെ ഒരു ട്രക്കൊക്കെ ഇതിന്റെ മുൻപിൽ തന്നെ കിടപ്പുണ്ട്. ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഒരു ഏരിയയാണ് ഇതിന്റെ മുൻവശം. അതുകൊണ്ട് തന്നെ വീഡിയോ ചിത്രീകരണം കുറച്ച് കെയർഫുൾ ആയിട്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ അബദ്ധങ്ങളൊന്നും ഇത്തവണ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ നിന്ന് ഓട്ടോ വിളിച്ചില്ല. എക്സിറ്റിന്റെ പുറത്ത് പോയി നിന്നിട്ട് അവിടെ നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. എന്തായാലും നമ്മുടെ ഓട്ടോക്കാരനെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട വന്നു. ശേഷം ആളെത്തി. റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് booking.com എന്ന ആപ്പ് വഴിയാണ്. ബഹർഗഞ്ചിലുള്ള ഹോട്ടൽ താഷ്കന്റ് പാലസ് ആണ് ഇത്തവണ കിട്ടിയിരിക്കുന്ന റൂം നല്ല ഫെയർ റേറ്റ് ആയിരുന്നു. 1000 രൂപയുള്ളായിരുന്നു. അതുപോലെ തന്നെ നല്ല വൃത്തിയും നല്ല റൂമും ആയിരുന്നു. നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്താണ് മാമന്റെ ആന്റിയുടെ വീട്. ഇനി അവിടെ വരെ ഒന്ന് പോകണം. അതിനു മുൻപ് ഒരു ചെറിയ റെസ്റ്റ്.